പാകിസ്ഥാനിൽ 27-ാം ഭേദഗതിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച 4 ഇസ്ലാമാബാദ് ഹൈക്കോടതി ജഡ്ജിമാരെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. പുതുതായി സൃഷ്ടിച്ച ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫെഡറൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷം ശനിയാഴ്ച സെനറ്റിൽ അവതരിപ്പിച്ച നിർദ്ദിഷ്ട 27-ാമത് ഭരണഘടനാ ഭേദഗതി സായുധ സേനയുടെ കമാൻഡ് ശൃംഖലയെ തിരുത്തിയെഴുതുകയും ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ അദ്ദേഹത്തിന് മുൻപുള്ള ഏതൊരു സൈനിക ഉദ്യോഗസ്ഥനേക്കാളും ഉയർന്ന സ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പുനഃക്രമീകരിക്കുകയും ശക്തമായ ഒരു പുതിയ പദവി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രതിരോധ സേനാ മേധാവി ഡോണിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിലുള്ള കരസേനാ മേധാവിയായിരിക്കും ഈ സ്ഥാനം വഹിക്കുക. അദ്ദേഹം ഒരേ സമയം പാകിസ്ഥാന്റെ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ട തലവനാകും. ഈ വികസനം ജനറൽ മുനീറിന്റെ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായി ഉയർത്തുന്നതിനെ ഔപചാരികമാക്കുന്നു. സർക്കാർ ഇതിനകം നൽകിയിട്ടുള്ളതും എന്നാൽ ഇപ്പോൾ ഭരണഘടനയിൽ സ്ഥിരമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായ ഒരു പദവിയാണിത്. ജഡ്ജിമാരായ മൊഹസിൻ അക്തർ കയാനി, ബാബർ സത്താർ സർദാർ, ഇജാസ്, ഇഷാ ഖാൻ, സമൻ റിഫാത്ത് ഇംതിയാസ് എന്നിവർ ആർട്ടിക്കിൾ 184(3) പ്രകാരം ഒരു ഹർജി തയ്യാറാക്കി സുപ്രീം കോടതിയുടെ രജിസ്ട്രിക്ക് അയച്ചിരുന്നു. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി സുപ്രീം കോടതി മുൻപ് ഉപയോഗിച്ചിരുന്ന ഈ ആർട്ടിക്കിൾ ഇപ്പോൾ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്തതായി ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചതിനെ തുടർന്ന് ഹർജി പരിഗണിച്ചില്ലെന്ന് ഡോൺ റിപ്പോർട്ട് ചെയ്തു. ഹർജി ഫയൽ ചെയ്യുന്നതിനോ ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കുന്നതിനോ ജഡ്ജിമാർ നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായില്ലെന്ന് ഡോണിനോട് വൃത്തങ്ങൾ വ്യക്തമാക്കി. 26-ാം ഭേദഗതി മുതൽ ഏറ്റവും പുതിയ ഭരണഘടനാ മാറ്റങ്ങൾക്ക് കാരണമായ ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന എന്നാൽ വ്യവസ്ഥാപിതമായ പൊളിച്ചുമാറ്റലെന്ന് അവർ വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് മാസങ്ങളോളം ആശങ്കകൾ ഉന്നയിച്ചതിനു ശേഷമാണ് അവർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതായതിനാൽ വിഷയം സുപ്രീം കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തായിരിക്കാമെന്നും കോടതി ഉദ്യോഗസ്ഥർ ഹർജിക്കാരെ അറിയിച്ചു. അത്തരം വെല്ലുവിളികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളിലൂടെ പുനഃപരിശോധന ആവശ്യമായി വന്നേക്കാമെന്നും അവർ ഉപദേശിച്ചു. എന്നിരുന്നാലും ഡോൺ റിപ്പോർട്ട് ചെയ്തതുപോലെ FCCയുടെ നിലനിൽപ്പ് ഭേദഗതി അംഗീകരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിനാൽ ഭേദഗതിയുടെ നിയമസാധുത സുപ്രീം കോടതിക്ക് മാത്രമേ നിർണ്ണയിക്കാൻ കഴിയൂ എന്ന് ഹർജിക്കാർ വാദിച്ചു. തർക്കത്തിലുള്ള ഭേദഗതി സൃഷ്ടിച്ച ഒരു ഫോറത്തിന് സ്വന്തം ജനനം വിലയിരുത്താൻ കഴിയില്ലെന്നും ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള സുപ്രീം കോടതിയുടെ അന്തർലീനമായ അധികാരം നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും അവരുടെ കരട് ഹർജി വാദിച്ചു. ഡോൺ അവലോകനം ചെയ്ത കരട് ഭേദഗതി ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ് നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ ഉചിതമായ നടപടിക്രമം, ന്യായമായ വിചാരണ, തുല്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 9, 10A, 25 എന്നിവ ലംഘിക്കുന്നുവെന്ന് പറഞ്ഞു. ഭരണഘടനാ ലംഘനത്തിലൂടെ അധികാര വിഭജനത്തെ തടസ്സപ്പെടുത്തുകയും സിറ്റിംഗ് ജഡ്ജിമാരുടെ സേവന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുകയും ചെയ്തുവെന്നും വാദിച്ചു. FCC തന്നെയാണ് ഹർജിയിലെ പ്രധാന വിഷയങ്ങളിലൊന്ന്. അൽ ജിഹാദ് ട്രസ്റ്റ്, ഷറഫ് ഫരീദി തുടങ്ങിയ സുപ്രധാന വിധിന്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായി ജുഡീഷ്യൽ കൂടിയാലോചന കൂടാതെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മാത്രമാണ് പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിനെ നിയമിച്ചതെന്ന് ജഡ്ജിമാർ വാദിച്ചു. ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എക്സിക്യൂട്ടീവ് അവരെ സ്വന്തം കൈകൊണ്ട് തിരഞ്ഞെടുത്തുവെന്നും ആരോപിച്ചു. FCC ജഡ്ജിമാരുടെ ആദ്യ ബാച്ചിന്റെ നിയമനത്തെയും ഹർജി ചോദ്യം ചെയ്തു. കരട് പ്രകാരം മറ്റെല്ലാ കോടതികളെയും ബന്ധിപ്പിക്കുന്ന പുതിയ കോടതിയുടെ ഘടനയും അധികാരവും മുൻവിധികളാൽ ബന്ധിതമല്ല. ഇത് അഭൂതപൂർവമായ ഒരു സമാന്തര നീതിന്യായ വ്യവസ്ഥ സൃഷ്ടിച്ചു. ഹൈക്കോടതികളിൽ നിന്നും കേസുകൾ പിൻവലിക്കാനുള്ള FCCയുടെ അനിയന്ത്രിതമായ കഴിവ് ഭരണഘടനാ കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവ് ഇടപെടൽ സാധ്യമാക്കുമെന്ന് അത് മുന്നറിയിപ്പ് നൽകി. ഹൈക്കോടതി ജഡ്ജിമാരെ സമ്മതമില്ലാതെ സ്ഥലം മാറ്റാൻ അനുവദിക്കുന്ന ആർട്ടിക്കിൾ 200 ഭേദഗതികളെയും ഹർജി ചോദ്യം ചെയ്തു. ബെഞ്ച് ഘടനയിൽ കൃത്രിമത്വം എന്നിവയ്ക്ക് വിധേയമാക്കുമെന്ന് വാദിച്ചു. കൂടാതെ ജുഡീഷ്യൽ കമ്മീഷനിലെ മാറ്റങ്ങളെക്കുറിച്ചും ഹർജി ആശങ്കകൾ ഉന്നയിച്ചു. പാക് ഇസ്താംബുൾ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ 2 ബോഡികളിലും ഇപ്പോൾ ഭൂരിപക്ഷം നോൺ ജുഡീഷ്യൽ അംഗങ്ങളോ തർക്കമുള്ള ചട്ടക്കൂടിന് കീഴിൽ നിയമിക്കപ്പെട്ട ജഡ്ജിമാരോ ഉൾപ്പെടുന്നുവെന്നും അത് ചൂണ്ടിക്കാട്ടി. മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പിന് പകരം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിയമന പ്രക്രിയയെ എക്സിക്യൂട്ടീവ് മേധാവിത്വമുള്ള ഒരു ഇലക്ടറൽ കോളേജിന്റെ തിരഞ്ഞെടുപ്പാക്കി മാറ്റിയതായി ഹർജിക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.